നമസ്കാരം. വനിതാ രത്നങ്ങളെ കണ്ടെത്തുന്ന റെഡ് കാർപ്പറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ആൻഡ് റെഡ് കാർപ്പറ്റിൽ ഇന്നും നമ്മുടെ കൂടെ മധുബാൽ സാറും ശ്രീലക്ഷ്മി ചേച്ചിയുണ്ട്. സോ അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. സോ ലെറ്റ്സ് വെൽക്കം ശ്രീലക്ഷ്മി ആൻഡ് മധുബാൽ. ഓക്കെ, അപ്പോൾ മധുബാൽ സാർ ആൻഡ് ശ്രീലക്ഷ്മി ചേച്ചി നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി നമ്മളിങ്ങനെ നിങ്ങളെ വെൽക്കം ചെയ്യാണ്. വളരെ മനോഹരമായിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളും ഹാപ്പിയാണ് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ ഹാപ്പി ആക്കാനുള്ള കുറെ സംഭവങ്ങളും കൂടി എൻ്റെ കയ്യിലുണ്ട്. അതും കൂടി ആവുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഹാപ്പി ആവും. ഇപ്പോൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ താങ്കൾ ഒരുപാട് പേരെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താങ്കളുടെ കൂടെ ഒരുപാട് കുട്ടികൾ അസിസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. സോ പണ്ടത്തെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ ഒരു വർക്കിംഗ് സ്പേസും ഇപ്പോഴത്തെ ഒരു വർക്കിംഗ് സ്പേസും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ അത് ഇങ്ങനെ രണ്ടിലും വർക്ക് ചെയ്തുകൊണ്ട് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഫ്രം ദ ബിഗിനിങ്, കാരണം വെച്ചാൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാകുന്ന ആ മോമെന്റ് മുതൽ ആ പ്രോജക്റ്റിനെ കുറിച്ച് ഒരു ഡയറക്ടർ ചിന്തിക്കുന്ന ആ സമയം മുതൽ ഞാൻ കൂടെ നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ചുള്ളത്. അപ്പം ഞാൻ അതുകൊണ്ടുണ്ടാകുന്നൊരു ഗുണം എന്ന് പറഞ്ഞാൽ ആ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മൈന്യൂട്ട് ഡീറ്റെയിലും അറിയാം. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതുണ്ടല്ലോ. അത് തീർച്ചയായും ഞാൻ ഇപ്പോൾ ഉള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടും ഞാൻ കൂടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ അന്ന് കുറച്ചും കൂടി ബുദ്ധിമുട്ടല്ലായിരുന്നു, കാരണം ഈ മൊബൈൽ ഇല്ല, നിങ്ങൾക്ക് ഒന്നും അങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റില്ല, കണ്ടിന്യൂറ്റി ഒക്കെ ഇല്ല. ഞങ്ങള് ഈസി അല്ല ഇപ്പോൾ അന്നത്തേക്കാൾ കുറെ കൂടി ഈസിയാണ് ഇപ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പൊതുവെ ഈ കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി എന്നൊക്കെ പറയുന്നത് എല്ലാം കംപ്ലീറ്റ് ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സീൻ നമ്പർ വെച്ചിട്ട് ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും കയ്യിൽ മൊബൈലുണ്ട്, അവർ അത് എടുത്തു വെച്ചിട്ടാണ് ചെയ്യുന്നത്. സീക്വൻസുകൾ ചെയ്തു വരുമ്പോൾ പ്രീവിയസ് എങ്ങനെയായിരുന്നു ചെയ്തത് എന്ന് വരെ നമുക്കറിയാം. പിന്നെ ഇതിനെല്ലാത്തിലും ഉപരി ഇപ്പോൾ നമ്മുടെ കയ്യിൽ മോണിറ്റർ ഉണ്ട്. നമ്മൾ ഓൺ ദ സ്പോട്ട് എഡിറ്റിംഗ് ആണ്. ആ സ്പോട്ട് എഡിറ്റിംഗും കൂടി ആകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കണ്ടിന്യൂറ്റി പോലും ജമ്പ് ആകാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥകളുണ്ട്. അപ്പം മറ്റത് മുഴുവൻ മനസ്സിലാണെന്നുള്ളതാണ്. പക്ഷേ ഈ ടെക്നോളജി ഇങ്ങനെ ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയപ്പോ കുറച്ച് അശ്രദ്ധ അല്ലെങ്കിൽ ഒരു ലേസിനെസ് വന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതായത് ഈ കണ്ടിന്യൂറ്റി ജമ്പ് ചെയ്യുക, പ്രോപ്പർട്ടീസ് മിസ് ചെയ്യുക, അങ്ങനെയൊക്കെ എന്താ അല്ല ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല എന്നുള്ള. കാരണം എന്താ അറിയോ, നമ്മൾ സ്പോട്ട് എഡിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഈ പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇപ്പോൾ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. പഴയ കാലത്ത് വളരെ ചില സിനിമകളിൽ പ്രോംപ്റ്റിംഗ് ഉണ്ടാവാറുണ്ട്, ചില സിനിമകളിൽ പ്രോംപ്റ്റിംഗേ ഇല്ലാതെ പോകുന്ന. അന്നും ഇതേപോലെ അന്നും നമ്മൾ സിങ് സൗണ്ട് അല്ല ഒന്നും അല്ലാതിരുന്നിട്ട് പോലും നമ്മൾ ഡയലോഗ് കാണാതെ പഠിച്ചുകൊണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഗുണം പറഞ്ഞാൽ ഡയലോഗ് നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗുണം, നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും. ഒന്ന്, നമുക്ക് തെറ്റില്ല. രണ്ട്, ഒരാൾ പെർഫോം ചെയ്യുമ്പോൾ അയാളുടെ ഡയലോഗ് കൂടെ നമുക്കറിയാം. അപ്പം ആ സീൻ ടോട്ടലായിട്ട് പഠിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഇൻ ബിറ്റ്വീൻ പോലും നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും. അതൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ട്. ഇന്നും പുതിയ ജനറേഷൻ അതിനകത്ത് യാതൊരു മടിയും ഇല്ലാതെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. 100% ഡെഡിക്കേറ്റഡ് ആണ്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി ഈസിയാണ് എന്നുള്ളത് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം. ഈ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന കാര്യം പറയുമ്പോൾ ചേച്ചിക്ക് ഡാൻസ് അതിനൊരു ഹെൽപ്പിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അതായത് നമ്മൾ ഡാൻസിന്റെ ചൊല്ലുകളും സംഭവങ്ങളൊക്കെ കാണാതെ പഠിക്കുന്നുണ്ട്. വലിയ വലിയ ഡയലോഗ്സ് ആണെങ്കിലും അതൊക്കെ ആ സമയത്ത് കുറച്ച് ഈസി ആയിട്ട് എനിക്ക് പറ്റി, അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇല്ല, രണ്ടും ഡിഫറെന്റ് ആണ്. ഡാൻസിൽ അങ്ങനെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് അത് അങ്ങനെ ഡാൻസ് പഠിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഡാൻസർ ആയതുകൊണ്ട് ഇതിലൊരു പ്രത്യേകമായിട്ടുള്ളൊരു കുറച്ച് എനിക്കിത് ഈസി ആയി അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല, രണ്ടും വേറെ വേറെ ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അല്ല, വേറൊരു കാര്യമുള്ള ഡാൻസിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, നിങ്ങൾ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്തതുപോലെയല്ല അടുത്തൊരു സ്റ്റേജിൽ ചെയ്യുന്നത്. ഉണ്ട്, ആ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പൊ ഈ നാടകം ചെയ്യുമ്പോൾ, തിയേറ്ററിനകത്ത് നാടകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്റ്റേജിൽ ഒരു സ്റ്റേജ് ചെയ്തതിന് വേറെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അടുത്തൊരു സ്റ്റേജിലേക്ക് പോകുന്നത്. പക്ഷേ സിനിമയ്ക്കകത്തുള്ള ആക്ടിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന അത് ആ ഒരു പർട്ടിക്കുലർ മോമെന്റിൽ, അതായത് ആക്ഷൻ ഉള്ളത് സ്റ്റാർട്ട് കട്ടിന് ഇടയിൽ നിൽക്കുന്ന ഒരു വളരെ കൃത്യമായിട്ട് ഉണ്ടാവണം. അതിനൊരു മീറ്റർ ഉണ്ട്, കൃത്യമായിട്ടായിരിക്കണം. ഒരു സീക്വൻസ്, ഒരു സീൻ തന്നെ എത്ര കട്ട്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്, ദിവസങ്ങളായിട്ട് എടുക്കുന്നത്. ഇന്നെടുത്ത സീന് ഇപ്പോൾ ഈ ഒരു സീൻ നമ്മളിവിടെ നിന്ന് വർത്തമാനം പറയുന്നത്, ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിർത്തിയിട്ട് വേറെ സീനുകളൊക്കെ പോയിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ബാക്കി വേണമെങ്കിൽ ചിലപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത അതേ ഒരു മൈൻഡ് കോൺസെൻട്രേഷൻ, നമ്മളുടെ മനസ്സിന്റെ ഒരു സ്വഭാവം, ഇതൊക്കെ ആ സീനിലേക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മളത് ഓർത്തിരിക്കണം. അന്ന് ഏതൊരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്, എത്ര ഇമോഷന്റെ ലെവൽ എവിടെയാണ്. ഇത്
പക്ഷേ ഇപ്പോഴത്തുള്ള കുട്ടികൾക്ക് വേറെ എളുപ്പം ഉണ്ടാകുന്നത് ഈ സീക്വൻസ് നമ്മൾ വീണ്ടും കണ്ടിട്ടാണ് നമ്മൾ കണ്ടിട്ടാണ് ബാക്കി പ്ലേ ചെയ്ത് കണ്ടിട്ടാണ് നമ്മൾ പിറ്റത്തെ ബാക്കി പോർഷൻ എടുക്കുന്നത്. അതെ അതെ. ആൻഡ് ചേച്ചി ഇപ്പോൾ സീരിയലുകളിൽ സജീവമായിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ മനസ്സിൽ എന്താണ്? ഒരുപാട് സിനിമകൾ ചെയ്തു, പിന്നീട് സീരിയൽ ചെയ്യുന്നു. സോ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് സീരിയലും സിനിമയിലുള്ള കഥാപാത്രങ്ങളോട്? അല്ല, സീരിയല് ഇപ്പം നമുക്ക് ഡെയിലി നമ്മൾ വൈകുന്നേരം വീട്ടിൽ വന്നു പോകുന്ന ഒരു ഗസ്റ്റ് പോലെ അങ്ങനെയുള്ളൂ. ഇപ്പം ഞാൻ ഒരു പ്രോജക്റ്റേ ഞാൻ ചെയ്യുന്നുള്ളൂ, അറ്റ് എ ടൈം ഒന്നേ ഞാൻ ചെയ്യുള്ളൂ, അങ്ങനെ ഒരുപാടൊന്നും വലിച്ചു വാരി ചെയ്യുന്നില്ല. പിന്നെ അഭിനയം എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടിലും ഒരുപോലെ തന്നെയാണ്, അഭിനയത്തിനൊരു വ്യത്യാസവും. ഇപ്പം മണിച്ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ മാക്സിമം നമ്മൾ കൊടുക്കുക. അത് സീരിയൽ ഇപ്പൊ സ്വാസികൊക്കെ അറിയായിരിക്കും, നമുക്ക് റിഹേഴ്സൽ പോലും ഇല്ല, ഇങ്ങനെ വായിച്ചു പോവും, നമ്മൾ എടുത്തെടുത്ത് പോകും. പക്ഷെ എന്നാലും നമ്മൾ എന്താണ് സംഭവം എന്നുള്ളതൊന്നും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മാക്സിമം ചെയ്യുക. പിന്നെ അവർ റീടേക്കും കാര്യങ്ങളും ഒന്നും നമുക്ക് സിനിമയിലാണെങ്കിൽ നമ്മൾ റിഹേഴ്സൽ നോക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ശരിയായില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടെ റീഡ്, പക്ഷെ അതിനുള്ളൊരു മേ ബി അത് കമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ടുള്ള നിങ്ങൾ ഈ പഴയ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കുറേ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലൂടെ പോയി കാണുമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് വിഷ്വൽസ് കാണാം. അതും നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന കുറച്ച് നല്ല വിഷ്വൽസ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ വിഷ്വൽസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്താണോ മനസ്സിലത് കാണുമ്പോൾ ആദ്യം പറയാൻ തോന്നുന്നത് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു വിഷ്വൽ കാണാം. ഇതിനകത്ത് ഞാനിത് എപ്പോഴും എൻ്റെ ഫസ്റ്റ് ഷോട്ടാണ്, ഈ പടത്തിലെ ഫസ്റ്റ് ഷോട്ടാണ് ഞാൻ കാണിക്കുന്ന ഫസ്റ്റ് ഷോട്ടാണ്. ഈ ഷോട്ടാണ് ഏറ്റവും അവസാനം എടുത്തത്, ഏറ്റവും ലാസ്റ്റ് എടുത്തതാണ്. അങ്ങനെ ഏകദേശം സേലത്ത് ഒരു മാഗ്നസൈറ്റിൻ്റെ കോറിയായിരുന്നു അത്. അപ്പം അവിടെ ഒരു വൈകുന്നേരം ലാസ്റ്റ് ഷോട്ട് ഏകദേശം 5:30, കാരണം എല്ലാ ദിവസവും നമുക്കൊരു 6 മണിയോടുകൂടി രാവിലെ ഒരു 4 മണിക്ക് റെഡി ആയിട്ട് 4 മണിക്ക് നമ്മൾ റെഡി ആയിട്ട് ഞാനും പിന്നെ കാവേരിയും ഫസ്റ്റ് റെഡി ആവണം. കാരണം ഈ പാട്ട് 67 ദിവസം 70 ദിവസത്തിനടുപ്പിച്ച് കണ്ട് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു 65 ദിവസത്തോളം ഈ പാട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം രാവിലെയും വൈകുന്നേരം മാത്രമേ എടുത്തിട്ടുള്ളൂ, അല്ലാത്ത സമയങ്ങളിലൊന്നും എടുത്തിട്ടില്ല. രാവിലെ എന്നെയും കാവേരിയും ഫസ്റ്റ് റെഡിയാക്കും. അപ്പം ഞങ്ങൾ രണ്ടാളും മാത്രം റെഡി ആയാൽ മതി. അത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു പോർഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ലാൽ സാറുള്ള സാധനങ്ങൾ പിന്നീട് വരുന്ന ഷോട്ടുകൾ മാത്രം. അത് വളരെ കോമ്പിനേഷൻ വളരെ കുറവായിരുന്നല്ലോ. ഒരു 5-6 ഷോട്ടുകളൊക്കെ ഉണ്ട് കോമ്പിനേഷൻ ഉള്ളൂ, അത് മാത്രം എടുക്കണം. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ഷോട്ടാണ് എൻ്റെ ആ പടത്തിന്റെ ഏറ്റവും അവസാനം എടുത്തത്. ഈ പാട്ട് എത്രയോ പേര് എന്നോട് കാണുമ്പോൾ മുഴുവൻ പിന്നെ ഏറ്റവും കൂടുതൽ പാടുന്ന ഒരു പാട്ടാണ് ഈ പാട്ട്. എന്നോട് 97-ലെ പടം, അത് 97-ലെ സിനിമയാണത്. എന്തായാലും ഇനി ശ്രീലക്ഷ്മി ചേച്ചിക്ക് നമ്മൾ വേറൊരു വിഷ്വൽ കൂടെ കാണിച്ചു കൊടുക്കാം, അതിന്റെ ഓർമ്മകൾ എന്താണെന്ന് നോക്കാം. അവനെ പിടിച്ച് മുറിയിലാക്കി, ഇനി പിടി മുറിക്കേണ്ടത് നീയാണ്. വാ എടി, അവനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തിനാണ്? അങ്ങനെ വരട്ടെ എടിയേ, എവള് പറഞ്ഞ മനസ്സിലായില്ലെങ്കിലും എവളുടെ മുഖഭാവത്തിന് സംഗതി പിടികിട്ടി. കുന്താം എവക്ക് അവനെ ബോധ്യമായി. കണ്ടോ ഇനി അവന് എവളെ ബോധിക്കാൻ എന്തിനു ചെയ്യണം? തന്നെ എന്തായാലും ചേട്ടൻ കൊള്ളാം. ചേച്ചിക്ക് ഇത് ഇപ്പൊ കാണുമ്പോ എന്തൊക്കെയാണ് ഓർമ്മകൾ വരുന്നത്? അവര് കൂടെ ഭൂതക്കണ്ണാടി, ഗുരു എല്ലാം മറ്റേ ഈ കോമഡി കൂട്ടത്തിന്റെ ഇടയിൽ ഞാൻ പോയി നിൽക്കുന്നു. ദൈവമേ, ചിരിച്ചു മരിച്ചിട്ടുണ്ട്. എനിക്ക് ചീത്തവിളി ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ചേട്ടനൊക്കെ ഫ്രണ്ടി അറിയാലോ, മച്ചേട്ടൻ ഫ്രണ്ടി വന്ന് നിന്നിട്ട് നമ്മുടെ ക്ലോസ് എടുക്കുമ്പോ എന്തൊക്കെ കാണിക്കുന്നറിയോ? അപ്പോൾ ഞാൻ ചിരിയാണ്. എന്നൊക്കെ ഈ മറ്റേ ഫിലിമാണല്ലോ. അയ്യോ, നല്ല ചീത്ത. ജോസേട്ടനൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇത് എത്ര ദിവസം എടുത്തു? എവിടെ? ഫുൾ നാഗർകോവിൽ, ആ ഭാഗം. ഒരു 2 വീട്, അതായത് ഒരു കോമ്പൗണ്ടിലെ 2 വീട്. ആൻഡ് ജഗതി സാറും അതുപോലെ അവരുടെയൊക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ ഇതിന് മുൻപ് അപ്പൊ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, അമ്പിളിച്ചേട്ടൻ എന്റെ ഫസ്റ്റ് പൊരുത്തത്തിലുണ്ട്. അതിനകത്ത് മുരളിയേട്ടനായിരുന്നു. മുരളിയേട്ടന്റെ ഗുമസ്തനായിട്ട്, വക്കീൽ ഗുമസ്തനായിട്ട് അതിനകത്ത് അങ്ങനെ ഒരു ചെറിയ കോമ്പിനേഷൻ ഒക്കെ ചെയ്തു. ഇതിന്റെ ഇടയിൽ അതേപോലെ തന്നെ ഒരു ഹ്യൂമർ കണ്ടന്റ് ഉള്ള സിനിമയായിരുന്നു ചേച്ചി ചെയ്ത് ദിക്കാർ അല്ലേ? അതും അങ്ങനത്തെ ഒരു സംഭവം. സോ അത് എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിപ്പെട്ടത്? ഈ സിനിമ കഴിഞ്ഞിട്ടായിരുന്നു അത്? അതൊക്കെ ഇതിന് ശേഷം ലാസ്റ്റ് താലോലൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ എല്ലാം ആ ഒരു 1.5-2 വർഷത്തിനുള്ളിൽ ഞാൻ ഒരു 6 പടം ചെയ്തു, വിട്ടു. പിന്നെ ഒരു 14 വർഷത്തിന് ശേഷമാണ് വീണ്ടും തിരിച്ചു വരുന്നത്.